Hi learners, welcome to iPlus Training Solutions. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 5 മൊഡ്യൂളിലെ MCQ ഡിസ്കഷൻസ് ആണ്. സോ നമ്മൾ യൂണിറ്റ് 5 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാലിസ്റ്റിക്സ്, ഫയർ, ആഴ്സൺ, എക്സ്പ്ലോസീവ്സ് എന്നുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 5 എല്ലാവരും നല്ലോണം കവർ ചെയ്തതിന് ശേഷം MCQs ട്രൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫയർ ആം ഡിസ്ചാർജ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഇസ് എ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ബേണിംഗ്, ചാറിംഗ്, ബ്ലാക്കനിങ് ആൻഡ് പൗഡർ ടാറ്റൂയിങ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചാറിംഗ്, ബേണിംഗ്, ബ്ലാക്കനിങ് ആൻഡ് പൗഡർ ടാറ്റൂയിങ്. സി എന്ന് പറയുന്നത് ബ്ലാക്കനിങ്, ചാറിംഗ്, പൗഡർ ടാറ്റൂയിങ് ആൻഡ് ബേണിംഗ്. ഡി എന്ന് പറയുന്നത് പൗഡർ ടാറ്റൂയിങ്, ചാറിംഗ്, ബ്ലാക്കനിങ് ആൻഡ് ബേണിംഗ്. സോ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ചാറിംഗ്, ബേണിംഗ്, ബ്ലാക്കനിങ് ആൻഡ് പൗഡർ ടാറ്റൂയിങ് എന്നാണ്. സോ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് റേഞ്ച് ഓഫ് ഫയർ ഡിസ്ചാർജ് വെച്ചിട്ടാണ്. അതായത് ഏതൊക്കെ റേഞ്ചിൽ നിന്ന് നമ്മൾക്ക് ഫയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണോ ടാർഗറ്റിൽ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലാണ്. സോ ഈ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഏറ്റവും ക്ലോസ് റേഞ്ചിൽ നിന്ന് ദെൻ ഫാർ റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ചാറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡി ടിഷ്യൂവിൽ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിലേക്ക് ഹീറ്റ് കൊണ്ടുണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് ചാറിംഗ് എന്ന് പറയുന്നത്. ഒരു 2 inches വരെ നമുക്ക് ചാറിംഗ് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. ആൻഡ് ദെൻ ബേണിംഗ് എന്ന് പറയുമ്പോൾ ബേണിങ്ങും ക്ലോസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്, പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഹോട്ട് ഗ്യാസസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ ചാറിങ്ങിന് ശേഷമാണ് ബേണിംഗ് വരുന്നത്. ആൻഡ് ബ്ലാക്കനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂടിയിട്ടാണ് ബ്ലാക്കനിങ് എഫക്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ ഡിസ്റ്റൻസിലും കൂടെ നമുക്ക് ബ്ലാക്കനിങ് എഫക്റ്റ് കാണാൻ പറ്റും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഫയർ ആം ഡിസ്ചാർജിൽ നിന്ന് വരുന്ന ഗൺ പൗഡർ റെസിഡ്യൂസ് അതുപോലെ ഷൂട്ട് റെസിഡ്യൂസ് എല്ലാം കൂടെ ഒരു ബ്ലാക്കനിങ് എഫക്റ്റ് നമ്മളുടെ ടാർഗറ്റിൽ സംഭവിക്കുമ്പോഴാണ്. ആൻഡ് ദെൻ പൗഡർ ടാറ്റൂയിങ് എന്ന് പറയുമ്പോൾ ഫാർ ഡിസ്റ്റൻസിലാണ് പൗഡർ ടാറ്റൂയിങ് സംഭവിക്കുന്നത്. അതിന് കാരണം അൺബേൺഡ് ആയിട്ടുള്ള ഗൺ പൗഡർ പാർട്ടിക്കിൾസ് നമ്മുടെ സ്കിന്നിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് പൗഡർ ടാറ്റൂയിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the sequence of examination procedure for identifying bullets with the suspected firearm is 4 options തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഫയർ ടെസ്റ്റ് ബുള്ളറ്റ്, ഐഡന്റിഫൈ ക്ലാസ് characteristics marks, identify individual characteristics marks, match class and individual characteristics. Option B identify class characteristics marks, fire test bullet, identify individual characteristics marks, match class and individual characteristics. C identify class characteristics marks, identify individual characteristics marks, match class and individual characteristics marks and fire test bullet. Option D match class and individual characteristics, fire test bullet, identify class characteristics marks, identify individual characteristics marks. അതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? അതായത് ഒരു ബുള്ളറ്റിന്റെ ഒരു സസ്പെക്റ്റഡ് ഫയർ ആണെന്ന് ഒരു ബുള്ളറ്റിന്റെ ഐഡന്റിഫിക്കേഷന്റെ എക്സാമിനേഷൻ പ്രൊസീജിയറിന്റെ സീക്വൻസ്, അതായത് എങ്ങനെയാണ് എക്സാമിനേഷൻ ഓഫ് ഫയർ ആംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അല്ലേ. സോ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫയർ ആം ഉണ്ടായിരിക്കും. നമുക്ക് ക്രൈം സീനിൽ നിന്ന് ഓൾറെഡി ഒരു ബുള്ളറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സസ്പെക്ട് ചെയ്യുന്ന ഫയർ ആമിന് നമ്മൾ ഒരു ബുള്ളറ്റും കൂടെ കമ്പാരിസൺ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് അതിന് യൂസ് ചെയ്യുന്നതാണ് ഫയർ ടെസ്റ്റ് ബുള്ളറ്റ്, അതായത് നമ്മളൊരു ടെസ്റ്റ് ഫയർ ചെയ്ത് കളക്ട് ചെയ്യുന്ന ബുള്ളറ്റ്. അതെടുത്തിട്ട് അതിനുശേഷം നമ്മുടെ ക്രൈം സീനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബുള്ളറ്റും ഈ 2 ബുള്ളറ്റും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആദ്യം കണ്ടുപിടിക്കുന്നത് ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് മാർക്സ് ആണ്. ഓക്കെ, അതായത് 2 ബുള്ളറ്റിന്റെയും ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ 2 ബുള്ളറ്റിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് അവരുടെ കാലിബർ എന്താണ്, അവരുടെ സൈസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് മാർക്സ് എന്ന് പറയുമ്പോൾ ഓരോ ബുള്ളറ്റിനും 2 ബുള്ളറ്റിനും ഉണ്ടായിട്ടുള്ള ഇൻഡിവിജ്വൽ മാർക്സ് എന്തൊക്കെയാണ്, മേ ബി എക്സ്ട്രാക്ടർ മാർക്സോ അല്ലെങ്കിൽ ഫയറിംഗ് പോയിന്റ് മാർക്സോ
അല്ലെങ്കിൽ അവരുടെ സൈസ് ആൻഡ് ഡയമെൻഷനോ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇവരെ രണ്ടുപേരും കൂടെ മാച്ച് ചെയ്തിട്ട് ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നത്. സോ ഇതാണ് ഒരു എക്സാമിനേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിപ്പ് ഗൺസ് ആർ എ ഷോർട്ട് ഗൺസ്, ബി റൈഫിൾഡ് ആംസ്, സി പിസ്റ്റൾസ്, ഡി ഇംപ്രവൈസ്ഡ് ഗൺസ്. എന്തായിരിക്കും ഉത്തരം? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇംപ്രവൈസ്ഡ് ഗൺസ് ആണ്. അതായത് ഇംപ്രവൈസ്ഡ് ഗൺസ്, അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് മാനർ അല്ലാതെ ഇല്ലീഗലി മാനുഫാക്ചർ ചെയ്യുന്ന, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ വെക്കാതെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഗൺസിനെയാണ് നമ്മൾ ഇംപ്രവൈസ്ഡ് ഗൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് പഠിച്ചു അല്ലേ, അതുപോലെ തന്നെ വരുന്നതാണ് ഇംപ്രവൈസ്ഡ് ഗൺസ് എന്ന് പറയുന്നതും. അവർ പറയുന്ന വേറൊരു പേരാണ് സിപ്പ് ഗൺസ്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫുൾ ചോക്ക് ഇസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ബാരൽ ഫ്രം മസിൽ എൻഡ്. അതായത് ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ഫീച്ചർ നമുക്ക് ഗൺസിൽ കാണാൻ പറ്റും. അത് ഷോർട്ട് ഗൺസിലാണ് ആക്ച്വലി കാണുന്നത്. ദെൻ ആ ഒരു കൺസ്ട്രക്ഷന്റെ ഡയമെൻഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഫുൾ ചോക്കിന്റെ ഡയമെൻഷൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഗസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 40 yards ആണ് വരുന്നത്. ഓക്കെ, അതായത് ഫുൾ ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മസിൽ എൻഡിൽ നിന്ന് ബാരലിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ബാരലിന്റെ ലെങ്ത് കുറയുന്ന ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വരുന്നതിനെയാണ് ഫുൾ ചോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ചോക്ക് എന്ന് പറയുന്നത്, ചോക്ക് തന്നെ നമുക്ക് ഹാഫ് ചോക്ക്, ഫുൾ ചോക്ക്, ക്വാർട്ടർ ചോക്ക് എന്ന് പറയാം. സോ ഫുൾ ചോക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 40 yards. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് എക്സ്പ്ലോസീവ്സ് ഇൻ ടേംസ് ഓഫ് ദിയർ ഡിക്രീസിംഗ് പെർഫോമൻസ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പൊ 4 എക്സ്പ്ലോസീവ്സിന്റെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അവരുടെ ഡിക്രീസിംഗ് പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മളോട് അവരെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് എക്സ്പ്ലോസീവ്സ്? HMX, RDX, PETN ആൻഡ് TNT. ആൻഡ് അവരുടെ ഡിക്രീസിംഗ് ഓർഡറിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ ഏതായിരിക്കും അവരുടെ ഡിക്രീസിംഗ് പെർഫോമൻസ് വെച്ചിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്? ആക്ച്വലി ഈ ഒരു എക്സ്പ്ലോസീവ്സിന്റെ ഈ ഒരു ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ്? ഡിക്രീസിംഗ് പെർഫോമൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. സോ ഡിക്രീസിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് കുറയുക എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ്സിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് കുറയുക, അതായത് ഡിറ്റോണേഷൻ വെലോസിറ്റി കൂടുതലുള്ളവര്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഓർഡർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ 4 A, B, C, D, അതായത് HMX, RDX, PETN ആൻഡ് TNT. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്തായിരുന്നു? ഡിക്രീസിംഗ് പെർഫോമൻസ്. അപ്പൊ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഫസ്റ്റ് വരുന്നത് അല്ലെ. സോ അതായത് നമ്മളുടെ എക്സ്പ്ലോസീവ്സിന്റെ ഡീകമ്പോസിഷൻ കൂടുതൽ വരിക ആൻഡ് ഡിറ്റോണേഷൻ വെലോസിറ്റി കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും എന്ത് കൂടുതൽ? പെർഫോമൻസ് കൂടുതൽ. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വരുന്നത് HMX ആയിരിക്കും, പിന്നീട് RDX, പിന്നീട് TETN, PETN ആൻഡ് ലാസ്റ്റ് ആണ് TNT വരുന്നത്. സോ ഇതിന്റെ റിവേഴ്സ് ഓർഡർ നമ്മുടെ അടുത്ത് ചോദിക്കാം. സോ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ എ പ്രോപ്പർ സീക്വൻസ് ഫോർ ഓട്ടോമാറ്റിക് ആക്ഷൻ ഓഫ് ദ ഗൺ. ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഒരു ഗണ്ണിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഗൺ, ഒരു ഓട്ടോമാറ്റിക് പവറുള്ള ഗണ്ണിന്റെ പ്രോപ്പർ സീക്വൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കൊരു 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫയറിംഗ്, കോക്ക്, ലോഡ്, എക്സ്ട്രാക്ട്, ഇജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് അവരുടെ ഒരു കറക്റ്റ് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് പല രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതായത് ആദ്യം ഫയറിംഗ് തൊട്ട് തുടങ്ങി പിന്നീട് എക്സ്ട്രാക്ട്, ഇജക്ട് എല്ലാം ചെയ്ത് കോക്ക്, ലോഡ് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലോഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. സോ ഏതാണ് നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാവാന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് ഏതായിരിക്കും അതിൻ്റെ ഉള്ളിൽ ആൻസർ വരിക? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ദാറ്റ് ഈസ് DEBCA. D എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ആണ്, ആൻഡ് ദെൻ E ഇജക്ട്, B cock, C load,
ആൻഡ് എ ഫയറിംഗ്. അതായത് നമ്മൾ നോർമലി നമ്മളൊരു ഗണ്ണ് നമ്മൾ ഫയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നു, ട്രിഗർ പുൾ ചെയ്യുന്നു, ഫയർ ചെയ്യുന്നു, പിന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഇജക്ട് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. പക്ഷെ ഇവരുന്ന് ഒരു സൈക്കിൾ തുടങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മൾ ഓപ്ഷൻസ് പ്രകാരം എങ്ങനെയാണ്? എക്സ്ട്രാക്ട്, അതായത് ഓൾറെഡി ഒരു ബുള്ളറ്റ് ഫയർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ബുള്ളറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു ആൻഡ് നമ്മൾ അതിനെ ഇജക്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് പിന്നെന്താണ്? കോക്ക് ചെയ്യുന്നു. കോക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാഗസീനിൽ നിന്ന് വീണ്ടും ഒരു ബുള്ളറ്റ് വന്നിട്ട് നമ്മുടെ ലോഡ് ചെയ്യാണ് ആൻഡ് ദെൻ അതിന് ഫയർ ചെയ്യുന്നു. സോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് പെല്ലറ്റ് സൈസും ആൻഡ് ലിസ്റ്റ് 2 എന്ന് പറയുന്നത് ആക്ച്വലി പെല്ലറ്റ് കൗണ്ട് അല്ലെങ്കിൽ പെല്ലറ്റ് നമ്പർ ആണ് തന്നിട്ടുള്ളത്. സോ ഇതിനെ നമുക്ക് മാച്ച് ചെയ്യണം. സോ നിങ്ങളൊരു ഇത് വെച്ചിട്ട് ഏതായിരിക്കും ഒരു ഓപ്ഷൻ എന്ന് ചിന്തിച്ചു നോക്കും. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഇൻഡിവിജ്വൽ പെല്ലറ്റ്, അതായത് ഒരു പെല്ലറ്റ് ലാർജർ പെല്ലറ്റ്സ് ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ പെല്ലറ്റിന്റെ കൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും ബാരലിനുള്ളിൽ. സ്മോളർ ദ ഇൻഡിവിജ്വൽ പെല്ലറ്റ് ആണെന്നെങ്കിൽ മോർ പെല്ലറ്റ് കൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഇൻക്രീസിങ് ഓർഡർ, അതായത് ഈ ഒരു പെല്ലറ്റ് സൈസ് വരുമ്പോൾ അതിനുള്ളൊരു നമ്പർ ഓഫ് പെല്ലറ്റ്സിന്റെ ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ചിട്ട് നമ്മളുടെ ഈ പെല്ലറ്റ് സൈസിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് LG, SG, സ്പെഷ്യൽ SG, SSG, AAA, AA, A and B. അങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത്. സോ ആ ഒരു ഓർഡർ പ്രകാരം എന്തായിരിക്കും? A എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3. ഏറ്റവും B എന്ന് പറയുന്നതാണ് 8 ആൻഡ് C എന്ന് പറയുന്നത് 4 and double SG is 0.250. Option 1 50. So option A ആണ് വരുന്നത്. അതായത് ഏറ്റവും ഇൻക്രീസിങ് ഓർഡർ, അതായത് ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് എന്താണ്? B ആണ്. സോ B എന്ന് പറയുമ്പോൾ അതിന്റെ നമ്പർ എന്തായിരിക്കും? 80 ആയിരിക്കും. ആൻഡ് പിന്നീട് വരുന്ന സൈസ് ആണ് A എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് 50. പിന്നീട് വരുന്ന സൈസ് ആണ് എന്തെന്ന് പറയുന്നത്? SG എന്ന് പറയുന്നത്, പിന്നെ SG ആണ്. സോ ആ ഒരു ഓർഡർ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കാം. 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഡിഗ്രി ഓഫ് യോ ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് ഓഫ് ദ ഫോളോയിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ, യോ എന്തായിരുന്നു എന്ന് പഠിച്ചു. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തായിരിക്കും? കുറച്ച് ഫാക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് കാർട്രിഡ്ജ് കേസ്, റേറ്റ് ഓഫ് ട്വിസ്റ്റ് ഓഫ് ബാരൽ, ഡെൻസിറ്റി ഓഫ് എയർ, ഡയമീറ്റർ ആൻഡ് ക്രോസ് സെക്ഷണൽ ഡെൻസിറ്റി ഓഫ് ബുള്ളറ്റ്, ലെങ്ത് ഓഫ് ബാരൽ. നമുക്ക് എന്നിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 B C D, ഓപ്ഷൻ 2 A B E, ഓപ്ഷൻ 3 C D A, ഓപ്ഷൻ 4 B D E. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 B C D, അതായത് റേറ്റ് ഓഫ് ട്വിസ്റ്റ് ഓഫ് ബാരൽ, density of air and diameter and cross-sectional density of the bullet. അതായത് നമ്മളുടെ യോന്റെ ഡിഗ്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് റേറ്റ് ഓഫ് ട്വിസ്റ്റ് ഓഫ് ബാരൽ ആണ്, ഡെൻസിറ്റി ഓഫ് എയർ മീൻസ് ഡെൻസിറ്റി ഓഫ് മീഡിയം, നമ്മൾ ഏത് മീഡിയത്തിലാണോ ഫയർ ചെയ്യുന്നത് അത് വെച്ചിട്ടിരിക്കും. ആൻഡ് ദെൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബുള്ളറ്റ്, അതായത് ബുള്ളറ്റിന്റെ ലെങ്തോ ഡയമീറ്ററോ ക്രോസ് സെക്ഷണൽ ഡെൻസിറ്റിയോ ഇതെല്ലാം ആണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 9th question എന്ന് പറയുന്നത് the bullet consists of a core of lead alloy covered with a metallic jacket where the tip of the bullet is tip of the jacket is thin, which is known as. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബുള്ളറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബുള്ളറ്റില് ബുള്ളറ്റ് എന്ന് പറയുന്നത് ലെഡ് അലോയ് അത് കവർ ചെയ്തിട്ടിരിക്കും, ഒരു മെറ്റൽ ജാക്കറ്റ് ഉണ്ട് ആൻഡ് ആ ഒരു ബുള്ളറ്റിന്റെ തിൻ എന്ന് പറയുന്നത് ജാക്കറ്റും തിൻ ആണ്. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബുള്ളറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്തായിരിക്കും പറയാ? ഓപ്ഷൻസ് തന്നിട്ടുണ്ടോ? ആർമർ പിയേഴ്സിംഗ് ബുള്ളറ്റ്, ഓപ്ഷൻ ബി ട്രേസർ ബുള്ളറ്റ്, ഓപ്ഷൻ സി ഇൻസെൻട്രി ബുള്ളറ്റ്, ഓപ്ഷൻ ഡി ഡംഡ് ബുള്ളറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇറ്റ്സ് ഡംഡം ബുള്ളറ്റ്. ഡംഡം ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി .303 റൈഫിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ബുള്ളറ്റ് ആണ് ഡംഡം ബുള്ളറ്റ് എന്ന് പറയുന്നത്.
ആൻഡ് ആ ഒരു ബുള്ളറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെറ്റാലിക് ജാക്കറ്റഡ് ബുള്ളറ്റ് ആണ്. പക്ഷെ അവരുടെ ടിപ്പ് മാത്രം എന്തായിരിക്കും, ജാക്കറ്റിംഗ് തിൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. 10th question എന്ന് പറയുന്നത് the primary element used for making of cartridge case belongs to which block of the periodic table? Periodic table ന്റെ ഏത് ബ്ലോക്ക് ഓഫ് എലമെന്റ് ആയിരിക്കും നമ്മൾ പ്രൈമറി കാർട്രിഡ്ജ് കേസസിൽ അല്ലെങ്കിൽ ഫയർ ആൻഡ് കാർട്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതായത് നമ്മുടെ ഫയർ ആൻഡ് കാർട്രിഡ്ജസ് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ബ്രാസ് ആയിരിക്കും അല്ലെ, ബ്രാസ് ഒക്കെ ആയിരിക്കും മെയിൻലി. കോപ്പർ, സിങ്ക് ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. ഈ കോപ്പർ, സിങ്ക് ഒക്കെ എന്താ എലമെന്റ്സ് ആണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് വരുന്നത്. സോ ഫയർ ആൻഡ് കാർട്രിഡ്ജസിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി എലമെന്റ് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ആയിരിക്കും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ഇസ് നോട്ട് ടു ബി ഫോളോഡ് ഇൻ കളക്ടിങ് ആൻഡ് പാക്കേജിംഗ് ഫയർ ആം എവിഡൻസ് അറ്റ് ദ ക്രൈം സീൻ? ക്രൈം സീനിൽ ഫയർ ആം എവിഡൻസ് കളക്ട് ചെയ്യാനും പാക്കേജ് ചെയ്യാനും യൂസ് ചെയ്യാത്ത മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, മാർക്കിംഗ് a fired bullet on its base for identification. Second one, avoiding inserting a stick or pencil into the barrel of a weapon. Third one, marking an empty cartridge case on its base for identification. Fourth one, unloading a weapon before shipping it to the crime laboratory. ഏതായിരിക്കും? Option 3, marking an empty cartridge case on its base for its identification. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതായത് കാർട്രിഡ്ജ് കേസിന്റെ ബേസിൽ ചിലപ്പോ നമ്മളുടെ ഫയറിംഗ് ചെയ്തിട്ടുള്ള മാർക്കിങ്സ് ഒക്കെ ഉണ്ടാവും. സോ നമ്മളായിട്ട് കൂടുതൽ ഒരു മാർക്ക് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ആ ഒരു എവിഡൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ബാക്കിയുള്ള മൂന്നും നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. 12th question എന്ന് പറയുന്നത് which two elements would be detected on the hands of an individual who has recently fired a weapon? അതായത് നമ്മളൊരു വെപ്പൺ ഫയർ ചെയ്തു. സോ ആ ഫയർ ചെയ്ത പേഴ്സന്റെ ഹാൻഡ്സിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് എലമെന്റ്സ് ആയിരിക്കും നമുക്ക് കാണാൻ ചാൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, സിങ്ക് ആൻഡ് കോപ്പർ, ബി, ആന്റിമണി ആൻഡ് ബേരിയം, സി, ബേരിയം ആൻഡ് നൈട്രേറ്റ്സ്, ഡി, ആന്റിമണി ആൻഡ് അയൺ. ഏതായിരിക്കും? ഓപ്ഷൻ 2, ആന്റിമണി ആൻഡ് ബേരിയം ആയിരിക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫയറം അല്ലെങ്കിൽ പ്രൈമേഴ്സ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്താണ്? ലെഡ് സ്റ്റിഫ്നേറ്റ്, ബേരിയം നൈട്രേറ്റ് ആൻഡ് അമോണിയം സൾഫൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ ഒരു ഫയറിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രൈമേഴ്സിന്റെ എലമെന്റ്സിനെ കാണാൻ പറ്റും. സോ അതിൽ വരുന്നതാണ് ഇത് ആന്റിമണി ആൻഡ് ബേരിയം എന്ന് പറയുന്നത്. ഓക്കെ. Which of the following rifling method is no longer in use? Rifling method ഇപ്പൊ യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണെന്നാണ് 13th question ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബട്ടൺ മെത്തേഡ്, ഓപ്ഷൻ ബി, ഹുക്ക് കട്ടർ മെത്തേഡ്, ഓപ്ഷൻ സി, മാൻട്രൽ മെത്തേഡ്, ഓപ്ഷൻ ബി, ബ്രൂച്ച് കട്ടർ മെത്തേഡ്. ഏതായിരിക്കും? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹുക്ക് കട്ടർ മെത്തേഡ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മളുടെ ഗൺസിൽ റൈഫിലിംഗ് ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. റൈഫിലിംഗ് ഫീച്ചർ എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ബുള്ളറ്റിന്റെ സ്പിന്നിനും ആക്യുറസി എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു റൈഫിലിംഗ് മെത്തേഡ് ചെയ്യാനായിട്ടുള്ള 4 മെത്തേഡ്സ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഹുക്ക് കട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ഹുക്ക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അറ്റ് എ ടൈം നമുക്ക് 1 or 2 ഗ്രൂപ്പ്സ് നമ്മളുടെ ഗണ്ണിന്റെ സർഫസിൽ ആ ഒരു ബാരലിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഈ ഒരു കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ബാരലിന് പാസിങ് ചെയ്യുന്നത് മുതൽ നമുക്ക് ഇങ്ങനെ സ്പൈറൽ ഇത് വരുന്നതുകൊണ്ട് തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ടായിരിക്കും അവരുടെ ഒരു ഈ ഒരു റൈഫിലിംഗ് പ്രോപ്പർട്ടി നടക്കുന്നത്. ഇനി ബ്രൂച്ച് കട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു റൈഫിലിംഗ് മെത്തേഡിൽ സ്റ്റീൽ ഹുക്ക് കട്ടേഴ്സ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് സ്റ്റീൽ റിങ്സിന്റെ ഒരു കോൺസെൻട്രിക് സർക്കിൾസ് പോലെ സ്റ്റീൽ റിങ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ റിംഗ് എന്ന് പറയുന്നത് മറ്റതിനേക്കാളും മുന്നത്തേക്കാളും വലുതായിരിക്കും. സോ ഇവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബാരലില് ഓട്ടോമാറ്റിക്കലി എന്താണ് വരുന്നത്? ആ ഒരു ലൂപ്സ് മാനുഫാക്ചർഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ബട്ടൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ ബട്ടൺ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു പ്രഷർ യൂസ് ചെയ്തുകൊണ്ട്
നമുക്ക് വേണ്ട നമ്പർ ഓഫ് ഗ്രൂപ്പ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ബട്ടൺ മെത്തേഡില്. ആൻഡ് മാൻഡ്രിൽ മെത്തേഡ് എന്ന് പറയുമ്പം അവിടെ യൂസ് ചെയ്യുന്നത് മാൻഡ്രിൽ മെത്തേഡില് വരുന്നത് ഒരു ഹാർഡൻഡ് സ്റ്റീലിന്റെ ഒരു റോഡ് ഉണ്ടായിരിക്കും. അവരെ വെച്ചിട്ട് നമ്മൾ റൈഫിലിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മാൻഡ്രിൽ മെത്തേഡ്. 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് എ ചോക്ക് ഇൻ എ ഷോർട്ട് ഗൺ ബാരൽ. നേരത്തെ നമ്മൾ ചോക്കിന്റെ ഇത് പഠിച്ച് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടു മാർക്ക് ഷോർട്ട് വേർഡ്സ് ഓർ ഷോർട്ട് കോളംസ്, ടു ഫെസിലിറ്റേറ്റ് കൺസീൽമെന്റ്, ടു കോൺസെൻട്രേറ്റ് ദ ഷോർട്ട് പാറ്റേൺ, ടു പ്രൊഡ്യൂസ് എ റിവേഴ്സ് സ്റ്റോക്ക്. എന്തായിരിക്കും? ആൻഡ് ഷോർട്ട് ഗൺസ് കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗൺ ബാരലിലായിരിക്കും? ഷോർട്ട് ഗൺ ബാരൽസിലാണ്. സോ അതിന്റെ പർപ്പസ് എന്തായിരിക്കും? ആലോചിച്ചു നോക്കൂ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ടു കോൺസെൻട്രേറ്റ് ദ ഷോർട്ട് പാറ്റേൺ. ഷോർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷോർട്ട് ഗണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ബുള്ളറ്റ് മീൻസ് ഷോർട്ട് ഗണ്ണിൽ നിന്ന് വരുമ്പോൾ എന്താണ്? ഷോർട്ട്സ് ആയിട്ടാണ് വരുന്നത് അല്ലെ. സോ അതിന്റെ പാറ്റേൺ, അതിന്റെ ഡിസ്പേർഷൻ കുറയ്ക്കാനും അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ചോക്കിംഗ് എന്ന് പറഞ്ഞ പർപ്പസ് ഉണ്ടാക്കിയിട്ടുള്ളത്. 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൈലോൺ ക്ലാഡ് ബുള്ളറ്റ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് നൈലോൺ ക്ലാഡ് വെച്ചിട്ടുള്ള ബുള്ളറ്റ്സ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഏത് ടൈപ്പ് ഓഫ് ബുള്ളറ്റിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ഹോം മെയ്ഡ് ബുള്ളറ്റ്സ്, ബി ഫുൾ മെറ്റൽ ജാക്കറ്റ് ബുള്ളറ്റ്, സി പ്ലാസ്റ്റിക് ജാക്കറ്റഡ് ബുള്ളറ്റ്സ്, ഡി സോഫ്റ്റ് പോയിന്റ് ബുള്ളറ്റ്. ഏതായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ജാക്കറ്റഡ് ബുള്ളറ്റ്സ് ആണ്. സോ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ, നൈലോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് പോളിമർ ആണ്. സോ നമ്മുടെ ജാക്കറ്റഡ് ബുള്ളറ്റ്സിനെ അങ്ങനെ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ടാർഗറ്റിൽ ഉണ്ടാവുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ടായിരിക്കും. ആൻഡ് വേറെ എക്സ്ട്രാ ഡിസ്ട്രോഷൻ ഒന്നും ബുള്ളറ്റ്സിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബുള്ളറ്റ്സ് ആണ് പ്ലാസ്റ്റിക് ജാക്കറ്റഡ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത്. 16th എന്ന് പറയുന്നത് what is captured and stored in the NIBIN database for matching purposes. NIBIN database for matching purposes. Option A image of bullet, option B image of cartridge cases, option C elemental analysis of gunpowder, D option both A and B, and option E all of the above. അതായത് നിബിൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളുടെ ഗണ്ണിന്റെ ബുള്ളറ്റ് മാർക്സിനെയും അല്ലെങ്കിൽ ഇമേജസ്, കാർട്രിഡ്ജ് കേസസിന്റെ എല്ലാം ഇമേജസിനെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ്. ആൻഡ് ഫോർ ദ ബാലിസ്റ്റിക്സ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നിബിൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. ആൻഡ് 17th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ നാഷണൽ ഇന്റഗ്രേറ്റഡ് ബാലിസ്റ്റിക്സ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്, അതിനെയാണ് നിബിൻ. സോ അതിന്റെ ആ ഒരു നെയിം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. നിബിന്റെ ഇലാബറേറ്റഡ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. സിസ്റ്റം എയ്ഡ്സ് ഇൻ ലിങ്കിങ് ഫയർ ആംസ് എവിഡൻസസ് ഇൻ കേസ് അക്രോസ് ദ ഡിഫറെന്റ് jurisdictions. And a reason and the NIBIN system scans and digitally captures the image of bullets and cartridge cases and places them in a database for the future references. So choose the correct option from the given. Both A and R correct. A is correct but R is wrong. A is wrong but R is correct. Both A and R are wrong. ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആണ്. അതായത് നിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാറ്റാബേസ് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നിബിൻ എന്ന് പറഞ്ഞതിന്റെ ഇലോബറേറ്റഡ് നെയിം എന്താണെന്നും കൂടെ പഠിച്ചു വെക്കുക. 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇഗ്നീഷൻ എയ്ഡ് കോട്ടിംഗ്. അതായത് ഇഗ്നീഷൻ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ട് ചെയ്യുന്ന ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് കാർബൺ ബ്ലാക്ക്, പൊട്ടാസ്യം നൈട്രേറ്റ്, ഗ്രാഫൈറ്റ് ഗ്ലേസ് ആൻഡ് വിൻസോൾ റെസിൻ. ഏതായിരിക്കും? ഓപ്ഷൻ 2 പൊട്ടാസ്യം നൈട്രേറ്റ്. അതിനുള്ള കാരണം എന്തായിരിക്കും? പൊട്ടാസ്യം നൈട്രേറ്റില് ഓക്സിജൻ
എലമെന്റ് കൂടുതലായിരിക്കും. സോ പെട്ടെന്ന് തന്നെ ഇഗ്നീഷൻ സംഭവിക്കുകയും ചെയ്യും. സോ അതാണ് പൊട്ടാസ്യം നൈട്രേറ്റ്. ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇസ് എ ഹൈലി എക്സ്പ്ലോസീവ് മെറ്റീരിയൽ. 19th question എന്ന് പറയുമ്പോൾ what is typically found at or near the area of fire origin. സോ ഫയർ ഒറിജിന്റെ അടുത്ത് അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്തായിരിക്കും? A, minimal distortion of components. B, lightest fire damage. C, heaviest fire damage. D, no fire damage. എന്തായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി, ദ ഹെവിയസ്റ്റ് ഫയർ ഡാമേജ് ആയിരിക്കും അവിടെ സംഭവിക്കുക. അതിനുള്ള കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഫയർ ഡാമേജ് കാണുന്നത് എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ ആ ഒരു പോയിന്റ് ഓഫ് ഒറിജിനിലായിരിക്കും. And 20th question എന്ന് പറയുമ്പോൾ a key characteristics of the detonation of high explosives ന്റെ ശ്രദ്ധിക്കുക, ഹൈ എക്സ്പ്ലോസീവ്സിന്റെ ഡിറ്റോണേഷന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? They generate pushing power, they produce larger and blunt fragments, they generate shattering power, they leave significant amount of residues. എന്തായിരിക്കും? ഓപ്ഷൻ സി, ദ ജനറേറ്റ് ഷാറ്ററിംഗ് പവർ. ഡിറ്റോണേഷൻ അല്ലെങ്കിൽ ഹൈ എക്സ്പ്ലോസീവ്സിന്റെ ഡിറ്റോണേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരെന്താണ്? ഷാറ്ററിംഗ് പവർ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഷോക്ക് വേവ് ജനറേറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലെ. സോ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഷാറ്ററിംഗ് പവർ ആണ് ഉണ്ടാവുന്നത്. സോ അതാണ് ഹൈ എക്സ്പ്ലോസീവ്സിന്റെ. ഇനി നിങ്ങൾ എക്സ്പ്ലോസീവ്സിന്റെ ഇനി നമ്മളുടെ യൂണിറ്റ് 5ന്റെ ഒക്കെ മൊഡ്യൂൾസ് വെച്ചിട്ട് കുറച്ചും കൂടെ പഠിച്ചിട്ട് ആൻഡ് പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ എടുത്ത് ചെയ്യുക. ആൻഡ് ഇതൊരു 20 questions മാത്രമാണ്, നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.